സന്ധ്യാഗോസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു വിഷൻ ബോർഡ് എന്ന ആശയം പലരും കേട്ടിട്ടുണ്ടാവാം. ശരിക്കും എന്താണ് വിഷൻ ബോർഡ്? എന്തിനാണ് വിഷൻ ബോർഡ്? അവ എങ്ങനെയാണ് രൂപകൽപ്പന ചെയ്യുന്നത്? നിങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ആവശ്യങ്ങളുടെ കൃത്യമായ ഒരു രൂപരേഖ, അതാണ് വിഷൻ ബോർഡ്. ഇത്തരത്തിലുള്ള രൂപരേഖ എന്ന തന്ത്രം കൂടുതൽ ശക്തമായി നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ആഗ്രഹസാഫല്യം നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ വേഗതയിൽ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നു. വിഷൻ ബോർഡ് എന്നാൽ ഒരു ലക്ഷ്യത്തെ ഒരുമിച്ച് ഒരു ക്യാൻവാസിനുള്ളിൽ പ്രതിഫലിപ്പിക്കുന്ന ചിത്രങ്ങളുടെ ഒരു കൂട്ടമാണ്. നിങ്ങൾ കാണുന്ന ഒരു പ്രത്യേക ലക്ഷ്യത്തിൽ നിങ്ങളുടെ ഊർജം കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നതിനാണ് വിഷൻ ബോർഡ് രൂപകൽപ്പന ചെയ്യുന്നത്. വിഷൻ ബോർഡിലേക്കുള്ള ഫോട്ടോകൾ കണ്ടെത്തുകയും അത് കൃത്യമായി ക്രമീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ് നേടാൻ ആഗ്രഹിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അവബോധത്തിൻ്റെ മൂർച്ച കൂടുന്നു. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കൂടുതൽ വ്യക്തമാകുന്നു. ഒരു വിഷൻ ബോർഡ് നിർമ്മിക്കാൻ ഒരു പ്രത്യേക നിബന്ധനകളില്ലാതെ നിങ്ങളുടെ സങ്കല്പത്തിനനുസരിച്ച് ക്രമീകരിക്കാവുന്നതാണ്. ഏതൊരു ജീവിത ലക്ഷ്യത്തെയും പ്രതിഫലിപ്പിക്കാൻ നിങ്ങൾക്ക് വിഷൻ ബോർഡ് ഉപയോഗിക്കാം. കാരണം അവ നിർമ്മിക്കുന്ന വ്യക്തിയുടെ വ്യക്തിഗതമായിരിക്കും അത്. നിങ്ങളുടെ സ്വപ്നങ്ങളുടെ ചിത്രങ്ങൾ കോർത്തിണക്കിയ ഒരു കോർക്ക് ബോർഡ് സാധാരണമായി നിർമ്മിക്കാം. എന്നാൽ യാതൊരു നിബന്ധനയോ നിയന്ത്രണമോ ഇതിനില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു A4 പേപ്പറിൽ ചെറുതായിട്ട് ഒരു വിഷൻ ബോർഡ് നിർമ്മിക്കാം. അതുമല്ലെങ്കിൽ ഒരു ഭിത്തി മറയ്ക്കുന്ന രീതിയിൽ അത്രയും വലുതായ രീതിയിലുള്ള വിഷൻ ബോർഡ് നിർമ്മിക്കാം. ഒരു യഥാർത്ഥമായ ബോർഡ് ചിത്രങ്ങൾ ചേർത്തിണക്കി നിർമ്മിക്കാം. അതുമല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിലോ മൊബൈലിലോ ഒക്കെ നിങ്ങൾക്ക് വിഷൻ ബോർഡ് തയ്യാറാക്കാം. നിങ്ങളുടെ ഒരു പ്രത്യേക ലക്ഷ്യവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളുടെ ഏത് ശേഖരത്തെയും ഉൾക്കൊള്ളാൻ കഴിയുന്നത്ര വിശാലമാണ് വിഷൻ ബോർഡ് എന്ന ആശയം. നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഏതു ഭാഗത്തും വിഷൻ ബോർഡ് സ്ഥാപിക്കാം. ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു കാർ വാങ്ങണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അതിൻ്റെ കളറ്, അതിൻ്റെ മോഡൽ, അതിൻ്റെ വാല്യൂ ഇവയൊക്കെ വരുന്ന ഒരു ചിത്രം നിങ്ങളുടെ വിഷൻ ബോർഡിൽ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വിഷൻ ബോർഡിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന സാങ്കല്പികമോ അല്ലെങ്കിൽ യഥാർത്ഥമോ ആയ ജീവിത പങ്കാളിയുടെ ചിത്രങ്ങൾ, നിങ്ങൾ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളുടെ ചിത്രങ്ങൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി അല്ലെങ്കിൽ നിങ്ങളുടെ യഥാർത്ഥ പ്രണയത്തെ പ്രതിനിധീകരിക്കുന്ന കവിതകൾ അല്ലെങ്കിൽ വാചകങ്ങൾ എന്തും ഇതിൽ ഉൾപ്പെടുത്താം. അതുമല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായി ഒരു കമ്പനി നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നെന്നിരിക്കട്ടെ. അതിനായിട്ട് ഒരു റോൾ മോഡലായിട്ട് ബിസിനസ് മേഖലയിൽ നന്നായിട്ട് വിജയിച്ച വ്യക്തികളുടെ ചിത്രങ്ങൾ നിങ്ങൾക്ക് പ്രചോദനകരമായ രീതിയിൽ നിങ്ങൾക്ക് വയ്ക്കാം. അതുമല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ചിത്രം തന്നെ ആ ലക്ഷ്യം നേടിയെടുത്തു കഴിഞ്ഞു എന്ന രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു വിഷൻ ബോർഡിൽ സ്ഥാപിക്കാവുന്നതാണ്. ഇതിൽ മാനിഫെസ്റ്റേഷൻ, വിഷ് ആൻഡ് വാണ്ട്, ഐഡൻറ്റിഫിക്കേഷൻ, ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ, പെർസിസ്റ്റൻ്റ് വിഷ്വലൈസേഷൻ ഇവയെല്ലാം ഒരേ രീതിയിൽ പ്രവർത്തിച്ച് നിങ്ങളുടെ ആഗ്രഹത്തെ എത്രയും വേഗത്തിൽ സഫലീകരണത്തിലേക്ക് എത്തിക്കുന്നു. ഒരു വിഷൻ ബോർഡ് എങ്ങനെയാണെന്നും ഒരെണ്ണം എങ്ങനെ സൃഷ്ടിക്കാമെന്നും ചില ജീവിത ലക്ഷ്യങ്ങൾ നേടാൻ അവ എങ്ങനെ സഹായിക്കുമെന്നും ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഈ രീതി എങ്ങനെ ഫലപ്രദമാക്കാമെന്നും കൂടി നമുക്ക് നോക്കാം. ജീവിതത്തിൽ സമൃദ്ധിയെക്കുറിച്ച് ചിന്തിക്കുകയും പറയുകയും ചെയ്യുക എന്ന് ആകർഷണ നിയമം നമ്മളെ പഠിപ്പിക്കുന്നു. ഒപ്പം നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ലഭിച്ചതിനെല്ലാം നന്ദിയുള്ളവരായിരിക്കുവാനും ആകർഷണ നിയമത്തിലൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് കൂടുതൽ നന്മകളെ ആകർഷിക്കുന്നു. അതുപോലെ തന്നെ വിഷൻ ബോർഡിൽ ശരിക്കും സഹായകരമായ ഒരു സാഹചര്യമാണ് നമ്മൾ ചിത്രങ്ങളായിട്ട് കൂട്ടിയിണക്കി വെച്ചിരിക്കുന്നത്. നിരന്തരം നമ്മൾ നമ്മുടെ വിഷൻ ബോർഡിലൂടെ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഭാഗത്തൊക്കെ നമ്മുടെ വിഷൻ ബോർഡ് പേസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആകർഷണ നിയമപ്രകാരം നമ്മുടെ ഉപബോധ മനസ്സ് അതിനെ ഏറ്റെടുക്കുകയും എത്രയും വേഗം ആഗ്രഹ സാഫല്യത്തിനായിട്ടുള്ള കാര്യങ്ങൾ തയ്യാർ ചെയ്യുകയും ചെയ്യും. നിങ്ങളുടെ ജീവിതം എങ്ങനെ ഇരിക്കുന്നു എന്ന ചിന്തയേക്കാൾ നിങ്ങളുടെ ജീവിതം എന്തായി തീരണം എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടും ലക്ഷ്യബോധവും മനസ്സിൽ നിറച്ച് അതിൽ കൂടുതൽ സമയവും പരിശ്രമവും നിക്ഷേപിക്കുക. ഒരു വിഷൻ ബോർഡ് നിർമ്മിക്കുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ആത്മാഭിമാനം ഉറപ്പിക്കുകയും
നിങ്ങളുടെ അതിരില്ലാത്ത സാധ്യതകൾക്കായി പ്രതിജ്ഞാബദ്ധരാവുകയും ചെയ്യുന്നു. സമീപത്ത് ഒരു വിഷൻ ബോർഡ് സൂക്ഷിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ സ്ഥിരമായി നേടിയെടുക്കാനായിട്ട് അത് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ എപ്പോഴും അത് നോക്കുന്നില്ല എങ്കിൽ പോലും നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളുടെ വിഷൻ ബോർഡിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് ബോധവാന്മാരായിരിക്കും. നമ്മൾ ആകർഷിക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ എത്രമാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവോ അത്രയും വേഗത്തിൽ അവ യാഥാർത്ഥ്യമാക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. കൂടാതെ നിങ്ങൾ അസ്വസ്ഥരാകുവാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ മനോഭാവമോ മാനസികാവസ്ഥയോ വേഗത്തിൽ മാറ്റാൻ കഴിയുന്ന വ്യക്തിയുടെ ഒരു വ്യക്തമായ ചിത്രം നിങ്ങളുടെ വിഷൻ ബോർഡിന് തൽക്ഷണം നൽകുവാനായിട്ട് കഴിയും.